നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിൽ അരങ്ങിലെത്തുന്ന കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടിക്ക് ആവശ്യമായ കവുങ്ങും മുളയും ആചാരപ്പെരുമയിൽ മുറിച്ചെടുത്തു. 17 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പെരിങ്കളിയാട്ടം നടക്കുന്നത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ജ്യോതിഷവിധി പ്രകാരം മുൻകൂട്ടി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കവുങ്ങ് കല്യോട്ട് കഴകത്തിൽ നിന്നും മുള മുളവന്നൂർ കഴകത്തിൽ നിന്നുമാണ് മുറിച്ചെടുത്തത്. കേണമംഗലം കഴകത്തിൽ നിന്നും പ്രതിപുരുഷന്മാരും ആചാരക്കാരും സ്ഥാനികരും വിവിധ ക്ഷേത്രങ്ങളിലെ പ്രതിനിധികളും ഉൾപ്പെടുന്ന സംഘം കല്യോട്ട് കഴകത്തിലെത്തി പുലർച്ചെയോടെ കണ്ണോത്ത് വളപ്പിലേക്ക് പുറപ്പെട്ടു. രാവിലെ 6:58-നും 7:05-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കല്യോട്ട് കഴകം ഭഗവതി ക്ഷേത്രം ജന്മകൊലൻ അഖിലേഷിന്റെ സാന്നിധ്യത്തിൽ എ ഭാസ്കരൻ കവുങ്ങ് മുറിച്ചു. മുറിച്ചെടുത്ത കവുങ്ങ് ബാല്യക്കാർ ചുമലിലേറ്റി നിലം തൊടാതെ കല്യോട്ട് കഴകത്തിലെത്തിച്ചു. തിരുമുടിക്കാവശ്യമായ മുള ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കഴകം പെരുങ്കൊല്ലൻ കിഴക്കേ വീട് ബാബു ഞെക്കൽ തടത്തിന്റെ നേതൃത്വത്തിൽ മുറിച്ചെടുത്ത് കല്യോട്ട് കഴകത്തിലേക്ക് എത്തിച്ചു. ജീവിതത്തിന്റെ സ്വർണ്ണത്തിളക്കമായി തീർന്നത് ആഘോഷവേളകളിലെ കൂട്ടായ്മയായിരുന്നു എന്നത്. കവുങ്ങും മുളയും ബാല്യക്കാർ ചുമലിലേറ്റി വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ ഘോഷയാത്രയായാണ് കേണമംഗലത്തെത്തിച്ചത്. 20ഓളം കേന്ദ്രത്തിലെ സ്വീകരണത്തിന് ശേഷം രാത്രി വൈകിട്ടോടെയാണ് കവുങ്ങും മുളയും എത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.